മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എമ്പുരാൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൊല തൂക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മണിക്കൂർ തന്നെ 96.14K ആണ് ബുക്ക് മൈ ഷോയിൽ കഴിഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡാണ്. നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലിയോയുടെ റെക്കോർഡ് മറികടന്നാണ് ഇത് വന്നിരിക്കുന്നത്. ലിയോയുടെ ആയിരുന്നു ഇതിനു മുമ്പ് വരുന്ന റെക്കോർഡ് 82.4K ആയിരുന്നു റെക്കോർഡ്. പിന്നെ മൂന്നാം സ്ഥാനത്ത് കിടന്ന നമ്മുടെ പുഷ്പയായിരുന്നു, അതിന് 80K ആയിരുന്നു. ഇപ്പം ലിയോയെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ എമ്പുരാൻ്റെ ഈ ഒരു തൂക്കേട് നടന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ അതിൻ്റെ ഡബിൾ ഇരട്ടി വരുമെന്ന് ഇപ്പം നമുക്ക് ഉറപ്പായിരിക്കുകയാണ്. അമ്മാതിരി ബുക്ക് മൈ ഷോയിൽ അതുമാതിരി തൂക്കാണ് ഇപ്പോൾ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കമ്പാക്കാണ് ലാലേട്ടൻ്റെ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് അത് വലിയൊരു കമ്പാക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഇപ്പോൾ ഗ്യാരണ്ടി ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ബുക്കിംഗ് ചെയ്യാൻ നോക്കുമ്പോഴാണെങ്കിലും നടക്കുന്നില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ബുക്കിംഗ് നടന്ന് ക്രാഷ് ആയിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഒരിക്കലും ഇന്ത്യൻ സിനിമയിലെ ഒരു മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സിനിമയിൽ ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ചെയ്തിട്ടുള്ള പടം ഇതാകുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴാണ് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ഇറക്കാനിരുന്നത്. നമ്മൾ പറയാനിരുന്നത് വേറൊരു ഇതായിരുന്നു പറയാനിരുന്നത്. പക്ഷേ ഇത് വന്നപ്പോഴത്തേക്കും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അത്രയ്ക്ക് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്ക് സംഭവമാണ് ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ ആയപ്പോഴത്തേക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂർ ആയപ്പോഴേ ഇങ്ങനെ. ഇനിയിപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഏത് ലെവലിലായിരിക്കും ഇതിൻ്റെ ഒരു ബുക്കിംഗ് നടക്കുന്നതെന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടു തന്നെ അറിയണം. എന്തായാലും ഉറപ്പാണ് ഈ പടം പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ ഏകദേശം ഒരു 6-7 വർഷത്തിലേക്ക് ഫസ്റ്റ് ഡേ റെക്കോർഡ് തൂക്കാൻ പറ്റാത്ത രീതിക്കത്തെ ഒരു കളക്ഷൻ ആയിരിക്കും ഇടാൻ പോകുന്നതെന്നുള്ളതിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും LCUവിലെ ലൊക്കേഷൻ്റെ ഏതെങ്കിലും പടം വരണം തൂക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു ചാൻസും ഇല്ല, അത് തന്നെ അവിടെ കിടക്കും. എന്തായാലും ഉറപ്പാണ് ലാലേട്ടൻ്റെ ഈ അടുത്ത് എല്ലാ സിനിമകളും നമുക്കറിയാം വലുതായിട്ട് ഓടിയിട്ടില്ല. എന്തായാലും എമ്പുരാൻ ഉറപ്പായിരിക്കും അതൊരു കൊല തൂക്കാനായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു തിരിച്ചുവരവായിരിക്കും. കമലഹാസൻ എങ്ങനെയാണോ വിക്രം കിട്ടിയത് അതുപോലെ ആയിരിക്കും ലാലേട്ടൻ എമ്പുരാൻ. എന്തായാലും പൃഥ്വിരാജ് സത്യം പറഞ്ഞാൽ ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്ര പ്രതീക്ഷയില്ല. ഏതായാലും ഒരു ഹെവി സാധനമാണ് വരുന്നത്. ഈ വരും മണിക്കൂറുകളിലൊക്കെ ബുക്ക് മൈ ഷോയിൽ എത്രത്തോളം ഒക്കെ വരുമെന്ന് നമുക്കതിൽ കണ്ടു തന്നെ അറിയണം. എന്തായാലും പ്രീ സെയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു 7-8 കോടിയൊക്കെ കാണുമായിരിക്കും മിക്കവാറും. അത്രത്തോളം നല്ലൊരു രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ബുക്കിംഗ് നടക്കുന്നത്. എന്തായാലും നമുക്ക് പൃഥ്വിരാജ് സംഭവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനിയും വരും മണിക്കൂറുകളിൽ പല പല റെക്കോർഡുകൾ തൂക്കിക്കൊണ്ട് ഇപ്പം എമ്പുരാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഒരു മണിക്കൂർ ആയവിടെ റെക്കോർഡ് ഇട്ട് ഇനിയും വരുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എമ്പുരാൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.